നബിദിന ആഘോഷത്തിന്റെ ഭാഗമായി ആയിരങ്ങൾക്ക് റബ്ബിൽ അവ്വൽ 1 മുതൽ 12 വരെ ചായയും കാപ്പിയും ലഘുപലഹാരങ്ങളും വിതരണം ചെയ്ത് ആയിറ്റിയിലെ ഒരു കൂട്ടം യുവാക്കൾ നാട്ടുകാർക്ക് മാത്രമല്ല പടന്ന വെള്ളാപ്പ് തീരദേശപാതയിലെ മുഴുവൻ വാഹനയാത്രക്കാർക്കും പലഹാരങ്ങളും ചായയും നൽകി വരുന്നുണ്ട്. City Gold and Diamonds, Kerala and Karnataka, the glow of purity. റബ്ബിൽ അവ്വൽ 1 മുതൽ 12 നബിദിനം വരെ നീളുന്ന ദിവസങ്ങളിൽ ലഘുപലഹാരങ്ങളും പാനീയങ്ങളും നൽകാൻ ആയിറ്റിയിലെ ഒരു കൂട്ടം യുവാക്കളാണ് തീരുമാനിച്ചത്. വൈകുന്നേരം മൗലീദ് പാരായണം കഴിഞ്ഞ ഉടനാണ് ചായയും കാപ്പിയും ലഘുപലഹാരങ്ങളും വിതരണം ചെയ്തു വരുന്നത്. രാത്രി 7:30 മുതൽ 9:30 വരെ ആയിറ്റി ജുമാ മസ്ജിദിന് സമീപം പാതയോരത്തൊരുക്കിയ പ്രത്യേക കൗണ്ടറിൽ നിന്നാണ് ചായയും ലഘുപലഹാരങ്ങളും വിതരണം ചെയ്യുന്നത്. ഇതിനായി 50-ലധികം വോളണ്ടിയർമാരും സജ്ജരായുണ്ട്. ഏതാണ്ട് 1500 മുതൽ 2000 വരെ പേർക്ക് ചായയും കാപ്പിയും പലഹാരങ്ങളും ജ്യൂസും കൂട്ടായ്മ വിതരണം ചെയ്തു വരുന്നുണ്ട്. പ്രദേശത്തുള്ളവർക്ക് പുറമെ വാഹനയാത്രക്കാരും മറ്റ് പ്രദേശങ്ങളിലുള്ളവരും ചായയും ലഘുഭക്ഷണവും കഴിക്കാനെത്തുന്നു. കരിയപ്പം, മുട്ടയപ്പം, ഈത്തപ്പഴം, ഷവർമ്മ അപ്പം, ഉള്ളിവട, കിഴങ്ങുപൊരി, ഇറച്ചിയട, കട്ട്ലറ്റ്, പഴംപൊരി, ചായ, കാപ്പി, ലൈവ് ജ്യൂസ് എന്നിവ വിതരണം ചെയ്തു വരുന്നു. ഓഗസ്റ്റ് 21 രാത്രി കപ്പ ബിരിയാണിയാണ് വിതരണം ചെയ്യുക. ഓഗസ്റ്റ് 25 റബ്ബിൽ അവ്വൽ 12 ഫ്രൈഡ് ചിക്കൻ നൽകാനുള്ള ഒരുക്കങ്ങളിലാണെന്ന് സംഘാടകർ പറഞ്ഞു. പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിലെ ഒരു പറ്റം യുവാക്കൾ ചേർന്നുകൊണ്ട് തിരുസ്നേഹ സൽക്കാരം എന്ന പരിപാടി റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ വിവിധ കടികളുടെ ചേർത്തുകൊണ്ട് ദിവസേന 1500-2000 പേർക്ക് വേണ്ടി ഞങ്ങളിവിടെ സൽക്കരിക്കുകയാണ്. ഇതിനുവേണ്ടി നാട്ടിലെ സുമനസ്സുകളുടെയും യുവാക്കളുടെയും സഹകരണം കൊണ്ടാണ് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത്. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.